സുഹൃത്തുക്കളെ, ഈ മാരാരൊക്കെ എന്തൊരു അബദ്ധമാണെന്നാണ് എനിക്കിപ്പോ തോന്നിപ്പോകുന്നത് കേട്ടോ. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ആദ്യം വീഡിയോ കാണും. അതേസമയം അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തോട് എനിക്ക് യോജിപ്പില്ല. നാളെയിൽ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുമായി കയറി വരുമ്പോൾ അമ്മയ്ക്കും അച്ഛനും സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആണും ഒരുമിച്ചൊരു റൂമിൽ കിടന്നുറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ, എന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കൂട്ടുകാരുടെ കൂടെ ഒരുപാട് വീടുകളിൽ, എത്രയോ വീടുകൾ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതാണ്. ഇന്നൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി കിടക്കാന്ന് പറയുമ്പോൾ എന്റെ വീട്ടിൽ എനിക്ക് യാതൊരു എതിർപ്പില്ല. കാര്യം സന്തോഷത്തോടെ പറഞ്ഞുവിടും. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം ചിന്താഗതികൾ സമൂഹത്തിൽ നാളെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ആ രണ്ട് പുരുഷന്മാർ ഒരു റൂമിൽ കയറി കഥവടച്ചു കഴിഞ്ഞാൽ മറ്റേ പണിക്കാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് സമൂഹം മാറി തുടങ്ങിയിരിക്കുന്നതിന് കാരണം ഇത്തരം മനുഷ്യർ ഇവിടെ സൃഷ്ടിക്കുന്ന മനോഭാവങ്ങളാണ്. അതേസമയം അവർക്ക് ജീവിക്കണം, അവർ ജീവിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് അവരാളും അനുകരിക്കാതിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയാം. അതാണ് ഡിബേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് ആശയപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതേസമയം ഈ രണ്ട് ഇൻഡിവിജ്വൽസിനോട്, ആതിരയോടും നൂറയോടും വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിരോധമില്ല. അവരെ ആ രണ്ടുപേരും. സുഹൃത്തുക്കളെ, മാരാരുടെ വേവലാതികൾ ആലോചിച്ച് ഞാൻ കുറച്ച് ചിരിച്ചുപോയി. സത്യം പറയല്ലോ, ഈ അഖിൽമാര എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഫോളോ ചെയ്യുന്ന ഈ അഖിൽമാരാർ പറയുന്ന മുഴുവൻ 100% ശരിയാണെന്ന് വിചാരിച്ചടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവരെല്ലാവരെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് ഈ സംഘികളോട് ഈ പശുവിൻ്റെ ചാണകത്തിൽ ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെ ആയിരിക്കും. അവർ വിശ്വസിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇവർ പറയുന്ന നമ്മുടെ നൂറയും ആദിലുടെയും ഒരു വിഷയമാണ്. കേരളത്തിലെ ആദ്യത്തെ ഹോമോസെക്ഷൽ എന്നതിനേക്കാൾ ലെസ്ബിയൻ കപ്പിളാണ് നമ്മുടെ നൂറയും ആദിലും. അപ്പോൾ നൂറയും ആദിലുടെ ആ വിഷയത്തിൽ മോഹൻലാൽ സപ്പോർട്ട് ചെയ്യുന്നു. അവരെ ഞാനടക്കം, എൻ്റെ വീട്ടിലടക്കം ഞാൻ അവരെ കയറ്റുമല്ലോ. ഈ ബിഗ് ബോസ് പരിപാടിക്ക് ശേഷം ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കാണാൻ പോകുന്ന ഒരു വലിയ പ്രോഗ്രാം എന്ന് പറയുന്നത് നൂറയും ആദിലും മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമ്മളെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരവിടെ പോവുകയും ചായ കുടിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. അത് നടക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വേറെ വീഡിയോ ചെയ്യാം. എന്തായാലും നൂറയും ആദിലുടെ ആ വിഷയത്തെ ഇങ്ങനെ നോർമലൈസ് ചെയ്യുന്നതോട് നമ്മുടെ അഖിൽമാരടക്കമുള്ള ചില മാരാർമാർക്ക് തീരെ ഇഷ്ടമല്ല. അതായത് നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇവരുടെ ജീവിതം ഫോളോ ചെയ്യുകയും ഇവരുടെ ജീവിതം അതേപോലെ കോപ്പി ചെയ്യുകയും അല്ലെങ്കിൽ അനുകരിക്കുകയും ചെയ്യുന്നൊക്കെയാണ് ഈ മാരാർ പറയുന്നത്. എജാതി പൊട്ടത്തരമാണ് ഈ മാരാരടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നിപ്പോകുന്നു. എന്തായാലും മാരാർ പറയുന്ന വിഷയത്തെ ഞാൻ വേറൊരു രീതിയിൽ കാണാൻ ശ്രമിക്കുന്നു. നമുക്ക് എന്തോരം വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുള്ളൂ അല്ലേ. രണ്ട് ചെറുപ്പക്കാർ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അവർ മറ്റേ പണിക്കാണ്. രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് പോകുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അവരും മറ്റേ പണിക്കാണ്. രണ്ട് പെൺകുട്ടി ഒരുമിച്ചൊരു റൂം എടുത്ത് താമസിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്നത് അവരും മറ്റേ പണിക്കാണ്. ഇത് മാത്രമാണ് നമ്മുടെ മനുഷ്യരുടെ ചിന്താഗതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാരാരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇവർ പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഈ നൂറയും ആദിലുടെയും ഇത്തരം പ്രോഗ്രാമുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ പെൺകുട്ടികൾ അങ്ങനെ ആയി മാറും എന്നുള്ളതാണ്. ഞാൻ ഇതിനെ വേറെ രീതിയിലാണ് കണക്കാക്കുന്നത്. ഈ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഹെട്രോസെക്ഷൽസ് മാത്രമാണോ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത്? നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹോമോസെക്ഷൽ ലൈഫ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളില്ലേ. നമ്മളൊക്കെ നിർബന്ധിച്ച് എന്തിനാണ് ഹെട്രോ ലൈഫ് മാത്രമേ പാടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ആളുകളൊക്കെ അങ്ങോട്ട് തള്ളി മാറ്റുന്നത്? നോക്കൂ, നമ്മുടെ നാട്ടിലും പുറത്ത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ഇതെന്നോ നമ്മുടെ ഈ മനുഷ്യരുണ്ടായ തുടങ്ങിയ ആ കാലഘട്ടം മുതലേ ഇത്തരം സംഗതികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം ആദ്യം അംഗീകരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ചെറിയ ചെറിയ ഉദാഹരണമൊക്കെ പറഞ്ഞുതരാം. ഞാൻ ഇതിനെ വേറെ രീതിയിലാണ് കാണാൻ ശ്രമിക്കുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലോ വീട്ടുകാരിലോ സമൂഹത്തിലൊക്കെ ഇങ്ങനെ ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ആണുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളുകളുണ്ട്. സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുണ്ട്. അവർ വളർന്നു വലുതാകുന്നു. അവർ വളർന്നു വലുതായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹെട്രോ ലൈഫായിരിക്കും ഒരുപക്ഷെ നമ്മുടെ വീട്ടിലത്തെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ഒരു ഹെട്രോ ലൈഫായിരിക്കും. ഒരു ആണ് ഒരു പെണ്ണിന്, അല്ലെങ്കിൽ പെണ്ണൊരു ആണിന് വിവാഹം കഴിച്ച് ജീവിക്കുന്ന ജീവിതത്തിലേക്കായിരിക്കും ഒരുപക്ഷെ നമ്മുടെ വീട്ടിലത്തെ ആ ഒരാൾ വളർന്നു വരുന്നുണ്ടായിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ സമൂഹത്തിൽ ഇതൊന്ന് തുറന്നു പറയാൻ മടിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലത്തെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊടുക്കുന്നുണ്ടായിരിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഗൈക്കായിരിക്കും, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു പുരുഷനായിരിക്കും. ചിലപ്പോൾ അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നേരാവും എന്നൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെയൊക്കെ വിചാരം. ഒന്നും നേരാൻ പോകുന്നില്ല. എന്തായാലും വിവാഹം ചെയ്ത് കൊടുക്കുന്നു.
പിന്നെ ആ പെൺകുട്ടിയാണ് അനുഭവിക്കുന്നത്. പെൺകുട്ടി ഒരുപക്ഷെ 1-2 ദിവസത്തിൽ മനസ്സിലാവുന്നു ആ ചെക്കന് തന്നോട് സ്ത്രീകളോട് ഒട്ടും താല്പര്യമില്ല. അവനാകെ താല്പര്യമുള്ളത് ആണുങ്ങളോട് മാത്രമാണ്, പുരുഷന്മാരോട് മാത്രം താല്പര്യമുള്ള ഒരുത്തരാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന അവർ തിരിച്ചറിയുന്നു. നോക്കൂ, നിങ്ങളുടെ ചുറ്റുപാട് ആലോചിച്ച് നോക്കി, നിങ്ങൾ ചുറ്റുപാട് നോക്കി നോക്കി, ഇത്തരത്തിലുള്ള ബന്ധത്തിലേക്ക് പെട്ടതിന്റെ ഭാഗമായിട്ട് ഡിവോഴ്സ് ആക്കപ്പെട്ട ഒരുപാട് ആളുകളൊക്കെ നിങ്ങളുടെ ചുറ്റും കാണാൻ സാധിക്കും. എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ സുഹൃത്ത് വലയത്തിൽ പോലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. ഈ അടുത്ത കാലത്താണ് വളരെ ഗംഭീരമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതായിരുന്നു, പക്ഷെ ഒരു മാസത്തിനുള്ളിൽ ആ വിവാഹം വേറെ പിരിഞ്ഞു. ആ പയ്യൻ ഗൈ ആയിരുന്നു. അപ്പോൾ പെൺകുട്ടി വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്നു ഈ വിവാഹബന്ധം മുന്നോട്ട് പോകില്ല പറയുന്നു. വളരെ പെട്ടെന്ന് അവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. വലിയ നഷ്ടങ്ങൾ ഒന്നും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തികമായിട്ട്, മറ്റൊന്നുമില്ല കേട്ടോ, സാമ്പത്തികമായിട്ട് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു വരുന്നുണ്ടെന്ന്. ഇതേപോലെ പലപ്പോഴും പല ആളുകളൊക്കെ, ചില പുരുഷന്മാരൊക്കെ വിവാഹം കഴിച്ച് ഇവിടുന്ന് അങ്ങ് ഗൾഫ് നാട്ടിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കോ അമേരിക്കയിലേക്കോ മറ്റൊക്കെയാണ് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ടാണ് ആ സ്ത്രീ തിരിച്ചറിയുക തന്നെ വിവാഹം കഴിച്ച ഒരുത്തൻ ഗൈയാണ്, അവനവിടെ ഒരു ആണൊരുത്തനുണ്ട്, അവനൊരാണുമായിട്ട് അവിടെ ജീവിക്കുന്നത്. എന്നിട്ട് അവൻ ചിലപ്പോൾ ഇവളോട് പറയും, നിനക്ക് വേണമെങ്കിൽ എന്ത് ജീവിതത്തോടെ ജീവിക്കാം, ഞാൻ എൻ്റെ ലൈഫിൽ ഇടപെടില്ല, നിനക്ക് നല്ല ലൈഫ് ഇപ്പോൾ കാനഡയിലും അമേരിക്കയിലേക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും തിരിച്ചറിയാതെ അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന, ഒരുപക്ഷെ ഈ അഖിൽമാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വിചാരിക്കുന്നത് തങ്ങളുടെ മക്കളെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ വരുന്നവൻ ഹെട്രോയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ആ ഒരു വിവാഹം കഴിച്ചു കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു നല്ല ലൈഫ് ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ലെന്നേ. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ജീവിതം അങ്ങനെ ഒരു ലൈഫിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഹോമോ ആയിട്ടുള്ള ആളുകൾ അവരവരുടെ ജീവിതം തിരഞ്ഞെടുക്കട്ടെ. ലെസ്ബിയൻസ് ആയിട്ടുള്ള ആളുകൾ അവരവരുടെ ജീവിതം തിരഞ്ഞെടുക്കട്ടെ, അവരങ്ങ് ജീവിച്ചോട്ടെ. ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു പെണ്ണ് ഒരു ആണുത്തിന് കിട്ടിയിട്ട് പക്ഷെ ആ ആണുത്തിന് ഒരു തരത്തിലുള്ള ഒരു ലൈംഗിക ബന്ധസുഖവും ആ പെണ്ണിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. കാരണം പെണ്ണിന് താല്പര്യമില്ല, പെണ്ണിനാണ് താല്പര്യമില്ലെന്ന്, പെണ്ണിന് വേറെ പെണ്ണിനെ താല്പര്യം. അപ്പോൾ അങ്ങനൊരു ജീവിതം കുളമാക്കുന്നതിനൊക്കെ നല്ലത് ആ പെണ്ണുമായിട്ട് ആരെങ്കിലൊക്കെ ജീവിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അവരങ്ങനെ ജീവിച്ചോട്ടെ. അപ്പോൾ ബെസ്റ്റായിട്ടുള്ള നല്ലൊരു ഹെറ്ററോ ആയിട്ടുള്ള ഒരു പെണ്ണിനെ അവന് വേറെ കിട്ടില്ലേ സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ ആളുകളെ അവരവരുടെ ജീവിതത്തിന് വിട്ടുകൊടുക്കില്ല നല്ലത്. നമ്മൾ എന്തിനാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ലോകം മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ നമ്മളിങ്ങനെ ശാഠ്യം പിടിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഹെട്രോ സെക്ഷൽസ് ഉണ്ട്, ഹോമോസെക്ഷൽസ് ഉണ്ട്. അവരവരൊക്കെ അവരവരുടെ ജീവിതം തിരഞ്ഞെടുത്ത് അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നേ ആ ഒരൊറ്റ ലൈഫ്. ഇത് എപ്പോഴാണ് തീരുമെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. അതിനിടയ്ക്ക് എന്തിനാണ് ആളുകളുടെ സന്തോഷത്തെ, ആളുകളുടെ ഇഷ്ടങ്ങളെ നമ്മൾ ഇങ്ങനെ മതത്തിൻ്റെയും മറ്റും പേരും പറഞ്ഞ് തകർക്കുന്നത്? നോക്കൂ, നമ്മുടെ നാട്ടിലെ പല മത പണ്ഡിതന്മാരുടെ സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരൊക്കെ വിവാഹം കഴിഞ്ഞവരുണ്ടായിരിക്കും. വിവാഹം കഴിഞ്ഞിട്ട് പോലും പല മതപണ്ഡിതന്മാരും പല ആൺകുട്ടികളെ ഉപദ്രവിച്ചതായിട്ടും ലൈംഗികമായിട്ട് ഉപയോഗിച്ചതായിട്ടും നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഒരേ സമയം പെണ്ണുമായിട്ടും ഒരേ സമയം ആണുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇഷ്ടമുള്ള ആളുകളാണ്. ചില ആളുകൾ ഒരേ സമയം ഭാര്യയുമായിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ആണുങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഇഷ്ടമുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇതൊക്കെ മറച്ചു വെച്ച് മതത്തിൻ്റെ മറ്റും വേഷമണിഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ മറച്ച് ജീവിക്കണമെന്നേ. എന്തിനാണ് ഇങ്ങനെ ഒരു വലിയ വേദനയിലേക്ക്, ഒരു വലിയ മെനക്കെടിലേക്ക് അവരെങ്ങനെ നയിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ഉദാഹരണങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയും. പലരും നമ്മളോട് പറഞ്ഞിട്ടുള്ളതുമാണ്. സുഹൃത്തുക്കളെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയേക്കുക. ബൈ.